മൊയ്തീനക്കാ ആ നമുക്കൊരു പാട്ട് പാടി തുടങ്ങിയാലോ? കുഴപ്പമില്ല. ഏതാ പാടുക? ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടിച്ച അത് പാടാം. മധുവിൻ നബി ആയിക്കോട്ടെ അല്ലെ, പ്രവാചകരെ കുറിച്ചുള്ള പാട്ട് പാടി. അതായത് എന്നാർക്കാരൻ്റെ റസൂലുള്ളാഹിനെ കുറിച്ച് ആയിക്കോട്ടെ. ഓക്കെ. കാരണം റസൂലുള്ളാഹിന്റെ ഈ ലോകത്തിന്റെ എല്ലാ സൃഷ്ടിപ്പിന്റെയും കാരണം. റസൂലില്ലെങ്കിൽ ഈ ലോകമില്ല. തീർച്ചയായും റസൂലുള്ളാഹിനെ ഒളിവിനെ സൃഷ്ടിച്ചതിന്റെ ശേഷമാണല്ലോ ആദ്യ നബി മുതൽക്കൊക്കെ അള്ളാഹു പടക്കപ്പെട്ടത്. അപ്പൊ ഇതിന്റെയൊക്കെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കാനുള്ള കാരണക്കാരൻ ആരാണ്? അള്ളാഹു റസൂൽ. റസൂലുള്ളാഹിനെ മദീന ആയിക്കോട്ടെ. ഓക്കെ. ബഹുമാന നബി ഒരു നാളിൽ ഉറങ്ങുമ്പോൾ വൈറ്റോടെ ഒരു സംഘം മുന്നിട്ടി വധിക്കണം അവരുടെ ഊക്കൻ പരിപാടി വല വെച്ച് ആസാദാലെ ചൊന്നിട്ടി വല വെച്ച് ആസാദാലെ ചൊന്നിട്ടി ബഹുമാന നബി ഒരു നാളിൽ ഉറങ്ങുമ്പോൾ വൈത്തോടെ ഒരു സംഘം മുന്നിട്ട് വധിക്കണം അവരുടെ തൂക്കൻ പരിപാടി വല വെച്ച് അസദാലെ ചൊന്നിട്ട് വല വെച്ച് അസദാലെ ചൊന്നിട്ട് കുടിൽ കൊള്ളക്കൊല ചെയ്യാൻ കുപ്പാറുകളാണിഞ്ഞോ കുതിച്ചിട ധീരന്മാരും ആയുധത്താൽ നുഴഞ്ഞു കുടിൽ കൊള്ളക്കൊല ചെയ്യാൻ കുപ്പാറുകളാണിഞ്ഞു കുതിച്ചിട ധീരന്മാരും ആയുധത്താൽ നുഴഞ്ഞു കാവലായി പൂരാ ചുറ്റും കൂരിരുട്ടിൽ വളഞ്ഞു കഥകന്റെ വീടയല്ലേ നോക്കി അവര് പറഞ്ഞു അങ്ക മുഹമ്മദ് ആകം പോവുണ്ട്. ശരി ശരി ഇങ്ക വരുമ്പോ എന്താ ചെയ്യണ്ടേ? തമ്മയ്ക്കിണ്ടയാലൊരു മന്ദമിലായി സംഘമെല്ലാം മുത്തുരയായി അങ്ങനെ അപ്പടി വസതിയിലായി അങ്ങനെ അപ്പടി വസതിയിലായി മുഹമ്മദ് വരുന്നേരം ഓട്ടും മാടിക്കണ്ട മുറിക്കണ തലവുടലോടേടോ മുറിക്കണം തലവുടലോടേടോ മതി മതി അവനുടെ മായ ജലയിനി മരിക്കട്ടെ അവനീത നാളെടോ മരിക്കട്ടെ അവനീത നാളെടോ പാരിൽ പാടി പാരിൽ പുണ്യമല്ലേ അവർ ഉറച്ചു പതി ചുറ്റുപൂരായുടെ നാനാഭാഗം ഓടിച്ചു പാരിൽ പാടി പാരിൽ പുണ്യമല്ലേ അവർ ഉറച്ചു പതി ചുറ്റുപൂരായുടെ നാനാഭാഗം ഓടിച്ചു പല പല വിധമുള്ള കാരണങ്ങൾ സഹിച്ചു പുലരോളം പകയര് ഉറക്കമേ ഒഴിച്ചു ഉരിയ വള്ളും കയ്യിൽ വെച്ചിട്ട് റസൂലുള്ള ഉണർന്ന നേരം നോക്കിയിരുന്നിട്ട് ശത്രുക്കൾ ഏറ്റമേറ്റം സന്തോഷിച്ചു ഊറ്റമൂറ്റം ആവേശിച്ചു അങ്ങനെ സംഘം നീതു കരുത്താൽ അങ്ങനെ സംഘം നീതു കരുത്താൽ അമീനുള്ള റസൂലക്ക് റബ്ബിൻ വിധിയതാ അലിയാരെ വിരിപ്പിലുറക്കുവാൻ അലിയാരെ വിരിപ്പിലുറക്കുവാൻ ഇറങ്ങണം പൂരാ വിട്ട് റസൂലബേ കിബ്രമർ ഹജറുണ്ട് കൊല്ലുവാൻ കിബ്രമർ ഹജറുണ്ട് കൊല്ലുവാൻ നബി റസൂലുള്ള പൂര വിട്ടിട്ടിറങ്ങി തറാഭൂമിങ്ങൊരു പിടിമാരി അവർ ഒരുങ്ങി
സഹാനബി റസൂലുള്ള പുര വിട്ടിട്ടിറങ്ങി തറാഭൂമി മരു പെട്ടിമാരി അവർ ഒരുങ്ങി തമ്പുരാന്റെ വാക്ക് പോലെ അമീനുള്ള വഴങ്ങി തമ്പുരാന്റെ വാക്ക് പോലെ അമീനുള്ള വഴങ്ങി തലക്കൊയ്യമെന്നവര് എറിയുവാൻ തുടങ്ങി അങ്ങനെ തൂതറി വിട്ട് വിരിഞ്ഞല്ലോ ശത്രുക്കളെ അമ്പ വഴക്കി കാഴ്ച കുറഞ്ഞല്ലോ ഇരിക്കണ്ണും കണ്ടിടാതെ അല്പനിമിഷം കൊണ്ടിലായി എന്തൊരു നാശം വീണ്ടും മലേസം കാത്തിരുന്നതും വീണ്ടും മലേസം ബഹുമാന നബി വരു നാളിൽ ഉറങ്ങുമ്പോൾ വൈത്തോടെ ഒരു സംഘം മുന്നിട്ടി വഴിത്തോടെ ഒരു സംഘം മുന്നിട്ടി വധിക്കണം അവരുടെ ഊക്കൻ പരിപാടി വല വെച്ച് അസോതാലെ ചൊന്നിട്ടി വല വെച്ച് അസോതാലെ ചൊന്നിട്ടി ബഹുമാന നബി വരു നാളിൽ ഉറങ്ങുമ്പോൾ വൈത്തോടെ ഒരു സംഘം മുന്നിട്ടി വഴിത്തോടെ ഒരു സംഘം മുന്നിട്ടി വധിക്കണം അവരുടെ ഊക്കൻ പരിപാടി വല വെച്ച് അസോതാലെ ചൊന്നിട്ടി വല വെച്ച് അസോതാലെ ചൊന്നിട്ടി. മാഷാ അല്ലാ, ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ പൊളി. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹലും സൈനികളും ചതിയിൽ കൂടെ കൊലപ്പെടുത്താമെന്നൊരു സംഭവമാണിത്. ആ സമയത്ത് രംഗങ്ങൾ വിവരിക്കല് കിസ്സപ്പാട്ടാണോ ശരിക്കും ഇത്? ഇത് ഏതാ, ആരാണ് ഇതിന്റെ രചയിതാവെന്ന് അറിയോ? പിന്നെ രചയിതാവ് ആരാന്ന് എനിക്ക് പൊരുത്തം കിട്ടിയിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട് പഠിച്ചാണ് ഈ പാട്ട്. ഓഹോ, ഇതൊക്കെ എങ്ങനെ ശരിക്കും കാഴ്ചക്ക് തീരെ കാണൂലേ? ജന്മനാൽ കാഴ്ചയില്ലാത്തവരാണ് ഞങ്ങളെ വീട്ടിൽ. പശ്ചാത്തലം എങ്ങനെയാണ്? കുടുംബ പശ്ചാത്തലം, വീട്ടില് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെറുപ്പം മുതലേ പാട്ടുകാരനാണ്. പാട്ടുകാരനാല് ഇങ്ങനെ ഓരോ കാരണങ്ങളാണല്ലോ. അതെ, അതായത് ഞങ്ങളെ വീട്ടില് ഞങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും മൊത്തം 9 മക്കളായി. വീട്ടിൽ എവിടെ സ്ഥലം? ശരിയായ ദേശം എന്റെ ഒറിജിനൽ തറവാട് മുതുവല്ലൂർ പഞ്ചായത്തായിരുന്നു. കൊണ്ടോട്ടി അടുത്ത്, അതായത് നീറാട് എന്നൊക്കെ പറയാ. പക്ഷെ കങ്കാടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാന്. പക്ഷെ ഞങ്ങൾ അറിയപ്പെടുന്നത് ചെറുപ്പം മുതൽ എക്കാപ്പറമ്പത്തുകാരാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ എക്കാപ്പറമ്പ് അരീക്കോട് റോഡ്, കൊണ്ടോട്ടി അരീക്കോട് റോഡ് കുറെ പഴക്കമുള്ള റോഡാ. അപ്പൊ അന്ന് ഈ കണ്ണു കാണാത്ത ഞങ്ങൾക്ക് പോകാനും വരാനും ഏറ്റവും സൗകര്യം എക്കാപ്പറമ്പത്ത് കൂടെ ആയിരുന്നു. പക്ഷെ നീറാട് എടവണ്ണപ്പാറ റോഡൊക്കെ പിന്നെ വന്നതാ, മനസ്സിലായോ? അപ്പം അന്നത്തെ കാലത്ത് ഞങ്ങൾ അറിയപ്പെടുന്നത് എക്കാപ്പറമ്പത്തുകാർ എന്നുള്ളതാണ്. എക്കാപ്പറമ്പ് പറഞ്ഞാൽ കൊയ്മണ്ണ പഞ്ചായത്തിൽപ്പെട്ട തന്നെയാണ്. എന്നാൽ ഞങ്ങൾ ഒറിജിനൽ മുതുവല്ലൂർ പഞ്ചായത്താണ്, കങ്കാടിയിലാണ് ഞങ്ങളെ തറവാട്. പക്ഷേ അങ്ങനെ പിന്നെ അത് 1986 മുതൽ ഞാൻ എക്കാപ്പറമ്പത്തേക്ക് താമസം മാറ്റി. അപ്പം ഒറിജിനൽ എക്കാപ്പറമ്പത്തുകാരനായി. ഇപ്പൊ ഞാൻ താമസിക്കുന്ന മൊറയൂർ പഞ്ചായത്തില് 3-ാം വാർഡിലാണ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെ. അതൊക്കെ കുടുംബക്കാർക്ക് അങ്ങനെ കാഴ്ചപരിമിതികൾ? അതെ, കുടുംബത്തിന്റെ കാഴ്ചപരിമിതിയെ കുറിച്ചാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതായത് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ മൊത്തം 9 മക്കളാന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അതിൽ ഞങ്ങൾ 7 പേരും കണ്ണു കാണാത്തവരാ, മനസ്സിലായോ? ഏതായാലും എൻ്റെ കുട്ടിക്കാലത്ത് 2 പെങ്ങന്മാർ, എൻ്റെ മൂത്തൊരു പെങ്ങളും എൻ്റെ എളിയ നേരെ ചെറുത് എൻ്റെ നേരെ താഴെയുള്ളൊരു പെങ്ങളും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ 7 മക്കളായി 2 പേര് കാഴ്ചകൾ ഉള്ളവരായിരുന്നു. ബാക്കി 5 പേര് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്, കാഴ്ച ഉള്ളവര്. എന്നാൽ കാഴ്ച ഇല്ലാത്തവർ, സോറി, 5 പേര് ഇപ്പം ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ കാഴ്ചയുള്ള 2 ആളിൽ ഒരാള് ഒരു 3-4 വർഷം മുമ്പ് നമ്മളെ കീശ്ശേരി ആലിഞ്ചോട്ടിൽ വെച്ച് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയതാ. അവർക്ക് അവന് 4 കുട്ടികളും ഭാര്യയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ എൻ്റെ തറവാട്ടിൽ തന്നെയാണ്, കങ്കാടി ഭാഗത്ത് തന്നെ. പാട്ട് അങ്ങനെ ചെറുപ്പത്തില് പാടുവോ? ഞാനിങ്ങനെ കേട്ട് പഠിച്ച, ഞാൻ 8 വയസ്സ് തുടങ്ങി പാട്ട് പാടില്ല. കാരണം ഞാൻ ഈ തെരുവിലേക്ക് ഞാൻ തെരുവ് ഗായകനായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഈ 8 വയസ്സിൽ പാട്ട് പാടാൻ തുടങ്ങി പറഞ്ഞാൽ അന്ന് എനിക്ക് 4-5 പാട്ടേ അറിയുള്ളൂ.
അങ്ങനെ ഞാനന്ന് ദാരിദ്ര്യം കാരണം എൻ്റെ വാപ്പ ചെറിയൊരു പഴയൊരു കല്ലുവെട്ടുകാരനാണ്. ഈ വെട്ടുകല്ലില്ലേ, ചെങ്കല്ല് വെട്ടും. അന്ന് മിഷീൻ വെട്ടൊന്നുമില്ല, അന്ന് കൈക്കൊത്താണ് മഴ വെച്ചിട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ബാക്കിയുള്ള ആളുകളെ പോറ്റാൻ ഞാൻ രണ്ടാമത്തെ മോനാണ്. എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സാമർഥ്യം ഇല്ലാത്ത ആളായിരുന്നു. അങ്ങനെ 8ാമത്തെ വയസ്സ് തുടങ്ങിയാണ് ഞാൻ ഈ പാട്ട് പാടല്. ഇന്നിപ്പോൾ എനിക്ക് 64 വയസ്സായി, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. പിന്നെ പറഞ്ഞാൽ ഞാൻ ഈ കലാരംഗത്ത് ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 1977 മുതൽ ഒരു മഞ്ചേരി ബ്ലൈൻഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്ര എന്ന് പറയാം, അതിൽ ഞാനൊരു മെമ്പറായിരുന്നു. ഞാനും അതുപോലെ തന്നെ 1-2 ആളുകൾ മരിച്ചുപോയി. റഷീദ്, ഒരു വാണിയമ്പലത്തിലുള്ളൊരു ഹംസ, പിന്നെ കാളിയാവിലൊരു മമ്മദ് കുട്ടിയുണ്ട്, മോമോട്ടി. ഞങ്ങൾ 4 ആളുകളാണ് ശരിക്കും ഈ മഞ്ചേരി ബ്ലൈൻഡ് ഓർക്കസ്ട്ര തുടങ്ങിയത്, ബ്ലൈൻഡ് പ്രദേശത്ത്. സത്യം പറയുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ പാടിയ പാട്ട് ആദ്യമായിട്ട് ഞങ്ങളെ രംഗത്ത് ഇറങ്ങുന്നത് ഒരു അന്നൊക്കെ ഈ പൈപ്പുറത്തിന് സെറ്റ് ഇല്ലേ, ടാപ്രിക്കാട് കണ്ടിട്ടുണ്ടോ അറിയില്ല. ആ സെറ്റ് തന്നെ ഭയങ്കര ഫേമസ് ആണ്. ഗൾഫിന്റെ നല്ല സ്റ്റാർട്ടിങ് ആണ്, മനസ്സിലായോ? അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ കട്ടടിച്ചിട്ടാണ് ഈ പൈപ്പുറത്തിൽ ഈ സെറ്റിലൊക്കെ പിടിച്ചിട്ടാണ്. അന്ന് വീഡിയോ ഇല്ല, ഓഡിയോ കസറ്റുകളാ. കസറ്റ് മുഖേന ഞങ്ങളെല്ലാവരും അറിയപ്പെടുന്നത് മഞ്ചേരി ബ്ലൈൻഡ് പ്രദേശ് ഓർക്കസ്ട്ര. പിന്നെ അതിന് ഞാൻ കുറച്ച് ലേസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ ഹാസ്യത്തിനോട് വലിയ താല്പര്യം കുറവായപ്പോൾ ഞാൻ അതിൽ നിന്ന് വിരമിച്ചു. കൊണ്ടോട്ടി ബ്ലൈൻഡ് ഫ്രണ്ട്സ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട് ഗായകസംഘം ഉണ്ടാക്കി, മനസ്സിലായോ? അതും ബ്ലൈൻഡ് തന്നെയാണ്. അന്നത്തെ അപ്പോഴത്തേക്ക് എൻ്റെ 2 അനിയന്മാർ കുറേച്ചൊക്കെ പാടാനായി. അപ്പോൾ ഇനി ഞാൻ ഇപ്പം എൻ്റെ കൂടെയുള്ള ഈ ആളുണ്ടല്ലോ, പിന്നെ നമ്മളെ എൻ്റെ പേര് പന്തേനു അബ്ബാസിന് മൂത്തമ്മാൻ്റെ മോനും ഞാനൊക്കെ ആയിട്ട് ചെറുപ്പം മുതലേ പിന്നെ കുട്ടികളായ കാലത്തെ ബന്ധമുണ്ട്. കാരണം അവൻ എന്നെ പോലെ കണ്ണു കാണാത്ത ആളാണ്, അബ്ദുൽ കരീം പറയും. അങ്ങനെ ഞങ്ങളെ കൂടിയിട്ട് ഒരു ബ്ലൈൻഡ് ഫ്രണ്ട്സ് ഓർക്കസ്ട്ര ഉണ്ടാക്കി 87-ൽ. അങ്ങനെയാണ് ഞങ്ങള് പിന്നെ അതിന് വേറിടാൻ കാരണം ഉണ്ടായത്. പിന്നെ ഇനി നമുക്കൊരു പാട്ടും കൂടി പാടിയാൽ തീർച്ചയായിട്ടും പാടും. താല്പര്യപ്പെടുന്ന ഈ വിഷയത്തില മറ്റൊരു കാര്യം കൂടി ഇത്തരം വിഷയങ്ങൾ സർക്കാർ തലത്തിൽ നിന്നുള്ള സഹായങ്ങൾ, കാര്യങ്ങൾ, ആ അർത്ഥത്തിലുള്ള ഒരു പിന്തുണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവെ? പിന്നെ കാഴ്ചപരിമിതി ഉള്ള ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ സർക്കാർ തലത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ? സർക്കാർ തലത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഞാൻ രാഷ്ട്രീയം പറയല്ല, വരുന്ന കാലത്ത് 1600 രൂപ പെൻഷനാക്കിച്ച് പോയതാ. പിന്നെ ഈ സർക്കാർ 2 പ്രാവശ്യം അധികാരത്തിൽ വന്നു. ഇപ്പം 2ാമത്തെ പ്രാവശ്യം പൂർത്തീകരിച്ചിറങ്ങാനിരിക്കുകയാണ്. ഒരു പൈസ വരെയൊക്കെ ഇതിലേക്കും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല ഈ 8-9 വർഷത്തിന് ശേഷം. പക്ഷെ നിലവിലുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ല, കിട്ടിക്കൊണ്ട് അതും കുറെ കുടിശ്ശികയായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അത് മാത്രല്ല, ഞങ്ങൾ നോക്കുന്ന ആളുകൾക്ക് ഇപ്പം എൻ്റെ വൈഫാണ് എന്നെ സംരക്ഷിക്കുന്നെങ്കിൽ ഞങ്ങൾക്കൊരു മാസം 600 ഉറുപ്പ്യ അവർക്ക് കൊടുക്കലുണ്ടായിരുന്നു. ആ ആശ്വാസക്കിര ഇപ്പൊ കിട്ടുന്നില്ല, അതും അവിടെ സ്റ്റക്കായി കിടക്കുകയാണ്. അല്ലാതെ സർക്കാരിൽ നിന്നിപ്പം ഞങ്ങൾക്ക് ആനുകൂല്യം എന്ന് പറഞ്ഞാൽ KSRTCക്ക് ഞങ്ങൾക്ക് പാസ് ഉണ്ട്, പ്രൈവറ്റ് ബസ്സിന് പാസ് ഉണ്ട്, ഞങ്ങളെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രെയിനിന് ഞങ്ങൾക്ക് ഇപ്പം ഞാൻ ഇവിടേക്ക് വന്നപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള എസ്കോർട്ടും ഞങ്ങൾ 2 ആള് റിസർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്ക് കൂടി 230 ഉറുപ്പ്യ 2 ആൾക്ക് കോഴിക്കോട് ഇങ്ങോട്ട് വന്നത്. അതായത് ഒരാൾക്ക് 4 ഭാഗം. അത് ഇന്ത്യയിലെ ഏത് ഭാഗത്തും എൻ്റെ കൂടെ എനിക്ക് എൻ്റെ എസ്കോർട്ടിനെയും കൊണ്ടുപോകാം. ഇപ്പം നിങ്ങൾ പോരുകയാണ് 1000 ഉറുപ്പ്യൻ്റെ ടിക്കറ്റാണെങ്കിൽ നിങ്ങൾക്ക് 250 ഉറുപ്പ്യ, എനിക്ക് 250 ഉറുപ്പ്യ കൊടുത്താൽ മതി. 25% എസ്കോർട്ടിനടക്കം 25%. അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളൊക്കെ കേന്ദ്ര ഇന്ത്യയിൽ എവിടെയും പോകാം. അത് ട്രെയിൻ ആണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും? ഫ്ലൈറ്റ് ഇല്ല, ഫ്ലൈറ്റിന് ബിസിനസ് ഇറക്കാം ഫ്ലൈറ്റിൽ. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഇതിലേക്ക് ഞാൻ കടന്നിട്ടില്ല. പിന്നെ അതൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. കാരണം അങ്ങനത്തെ ആളുകൾക്ക് അങ്ങനെയുള്ള സംവിധാനം കൊടുക്കുന്നുള്ള റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ 100% ബ്ലൈൻഡാണ്, എനിക്ക് കിട്ടാൻ അർഹത ഉണ്ട്, പക്ഷെ ഞാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് അത് ബിസിനസ്സുകാർക്ക് വലിയ പൈസക്കാർക്കാണ് അതിന് ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കുന്നതാണ് പറയുന്നത്.
കുടുംബകാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ കുടുംബകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പാട്ട് പാടി, ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പാനെയും ഉമ്മാനിൻ്റെ ജ്യേഷ്ഠനെയും അനിയന്മാരെയൊക്കെ പോറ്റി, ജ്യേഷ്ഠമ്മനെ ഒരു വർഷം കഴിഞ്ഞതിൻ്റെ ശേഷം ജ്യേഷ്ഠനെ ഞാൻ രംഗത്തിറക്കി. ഞാൻ തന്നെ കൈ പിടിച്ച് കൊണ്ടുനടന്ന് ഞാൻ തന്നെ രംഗത്തിറക്കി. അദ്ദേഹം പാടൂല. അങ്ങനെ അദ്ദേഹം ഞാനും കൂടിയാണ് എൻ്റെ ഉമ്മാനും ഉപ്പാനും എൻ്റെ അനിയന്മാരെ മറ്റുള്ളവരെ പഠിപ്പിക്കലും ഒക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞ് ഞാൻ 1979 ഫെബ്രുവരി 4 എൻ്റെ കല്യാണം കഴിഞ്ഞു. അത് വാപ്പയും ഉമ്മയും ആരും ആങ്ങളാരൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു. ആ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ 1986 ഞാൻ എക്കാപ്പുറമ്പത്ത് ഞാൻ വീട് വെച്ച് പറഞ്ഞല്ലോ, ആ വീട് വെച്ച്. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ എനിക്കതിൽ 2-3 കുട്ടികൾ, 5 കുട്ടികൾ, 4 പെണ്ണും ഒരാണ്. ഈ 4 പെൺകുട്ടികളെ അത്യാവശ്യമൊക്കെ മതപരമായിട്ടും അതല്ലാത്ത ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസം കൊടുത്തു. SLC വരെ പഠിച്ചവരുണ്ട്, ഡിഗ്രി വരെ പഠിച്ചവരൊക്കെ ഉണ്ട്. പിന്നെ പൊതുജന സഹായം കൊണ്ട് അവരെ ഞാൻ കല്യാണം കഴിച്ചു. എല്ലാരും കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്ക് 18 പേരക്കുട്ടികളെ വല്യപ്പയാണ് ഞാൻ. കാഴ്ചയിൽ പ്രയാസമായിട്ട് ഞങ്ങൾക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ സമ്പന്നമാണ് അല്ലേ? അൽഹംദുലില്ലാ. എപ്പെങ്കിലും ഈ കാഴ്ചയുടെ പരിമിതിയെ കുറിച്ച് എപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ടോ ജീവിതത്തിൽ? ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഇന്നത്തെ ഈ ലോകത്തെ ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അങ്ങനത്തെ തെറ്റിദ്ധരിക്കരുത്. ഓരോരുത്തരും പറയുന്നത് കേട്ട് എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് കാഴ്ച ഹറാമാണ്. കാരണം വലത്തോട്ട് തിരിഞ്ഞാലും ഹറാമ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഹറാമ്, ബാക്കിക്ക് നോക്കിയാലും ഹറാമ്, മുന്നിക്ക് നോക്കിയാലും ഹറാമ്. എങ്ങനെ ആയാലും ഹറാമിന്റെ കാഴ്ചയാണ് കണ്ണ് കാണുന്നവർ കാണുന്ന പറഞ്ഞപ്പോൾ ഞാൻ റബ്ബിനെ സ്തുതിച്ചു. കാരണം ആ ഹറാമ് കണ്ടിട്ടുള്ള ഒരു കുറ്റം എനിക്ക് ഉണ്ടാവില്ലല്ലോ. തീർച്ചയായും. അതുകൊണ്ട് എനിക്ക് ഇതിനെ കണ്ണ് വേണ്ട, എനിക്ക് കാഴ്ച ഇല്ലാതൊക്കെ നല്ലതെന്ന് ഞാൻ ആദ്യം കണ്ണിന് കാഴ്ച ആഗ്രഹിച്ച ഞാൻ അതിനെ പോസിറ്റീവായി എടുത്ത് എന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം. പക്ഷെ അതിനേക്കാളും അപ്പുറം കാഴ്ച പരിമിതികൾക്ക് അപ്പുറം അതിനൊക്കെ കവച്ചു വെക്കുന്ന മനോഹരമായ ഈണത്തിൽ ഇപ്പൊ പാട്ട് പാടിയതും പാടാനിരിക്കുന്നത് ഒരുപാടുണ്ടല്ലോ. ഏതൊക്കെ തരത്തിലുള്ള പാട്ടുകളാണ്? കേവലം മുത്തനബിയെ കുറിച്ചുള്ള മാത്രമാണോ അറിയാം? ഞാൻ ആദ്യം മറ്റേ ഹാസ്യ കഥാപ്രസംഗമൊക്കെ നടത്തിയിരുന്നു. മറ്റുള്ളവരെ കൂടെ, നമ്മളെ മഞ്ചേരിക്കാരെ കൂടെ. അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റേജിൽ. അതില് ഫസ്റ്റ് ഞാൻ അവതരിപ്പിച്ച പാട്ട് ഇതാണ്. അബുദാബിയിലാണ് കരുതിയ അബൂബക്കർ ഉടനെ തന്നെ 16,000 രൂപ ലഭിക്കണം, അതിനുള്ള വഴി എന്തെന്ന്